ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ താളത്തെക്കുറിച്ചാണ്. സംഗീതം പഠിക്കുന്നതായിരുന്നാലും ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്ന കുട്ടികളായിരുന്നു എല്ലാവരും 7 സപ്തതാളം, അതായത് 7 താളം, ഏഴെന്ന് പറഞ്ഞാൽ സപ്തതാളം മാത്രമാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ആ സപ്തതാളം എങ്ങനെ 35 താളം ആക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സപ്തതാളങ്ങളെന്ന് പറയുന്നത് ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നോട് പറയാം. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം. ഇതാണ് ഏഴ് താളങ്ങൾ നമ്മൾ സുലാദി താളങ്ങളെന്ന് പറയുന്നതിന് പഠിക്കുന്നത്. ഇനി ഈ 7 താളങ്ങൾ എങ്ങനെ 35 താളമാക്കും അതാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ താളം പഠിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു വര അല്ലെങ്കിൽ ഒരു എല്ല്, ഒരു 0. ആ എല്ല് റെപ്രസെൻ്റ് ചെയ്യണ എന്തിനാണ്? ലഘു എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. നമ്മൾ ഒന്നും പറഞ്ഞില്ല, ഒരു താളം പറഞ്ഞാൽ, ധ്രുവതാളം എന്ന് പറഞ്ഞാൽ അത് ചതുരശ്രജാതിയാണ്. അപ്പോൾ ആ ധ്രുവതാളത്തിൽ ഒരു ലഘു, ഒരു ദ്രുതം, പിന്നെ 2 ലഘു. അപ്പം ലഘു, ദ്രുതം, ലഘു. ഇതാണ് ധ്രുവതാളത്തിൻ്റെ ഫോർമുല. ഇതൊരിക്കലും മാറില്ല. ധ്രുവതാളം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കഴിഞ്ഞാൽ ലഘു, ദ്രുതം, ലഘു, ദ്രുതം, ലഘു. ഇനി ആ ലഘുവിന് ദ്രുതത്തിന് ഒരിക്കലും വ്യത്യാസമില്ല. ദ്രുതം എന്ന് പറഞ്ഞാൽ ഒരു അടിച്ച് ഒരു വീശി. അപ്പോൾ 2 ക്രിയയുള്ളൂ ദ്രുതത്തിന്. ലഘുവിൻ്റെ ജാതി അനുസരിച്ച് ലഘുവിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ധ്രുവതാളം ചതുരശ്രജാതിയാണെങ്കിൽ ആ ലഘുവിന് 4 സ്വരം കാണും. ധ്രുവതാളം തിസ്രജാതിയാണെങ്കിൽ ആ ലഘുവിന് 3 സ്വരം കാണും. ധ്രുവതാളം ഖണ്ഡജാതിയാണെങ്കിൽ ആ ലഘുവിന് 5 സ്വരം കാണും. ധ്രുവതാളം മിശ്രജാതിയാണെങ്കിൽ ആ ലഘുവിന് 7 സ്വരം കാണും. ധ്രുവതാളം സങ്കീർണ ജാതിയാണെങ്കിൽ ആ ലഘുവിന് 9 സ്വരം കാണും. അപ്പോൾ ധ്രുവതാളം 9 സ്വരമാണെങ്കിൽ എന്തായും 3 ലഘുവും ഒരു ദ്രുതമാണ് ഉള്ളത് ധ്രുവതാളത്തിന്. അപ്പം 9 3 × 9 = 27 പ്ലസ് ദ്രുതം 2 സ്വരം. അപ്പോൾ എത്ര അംഗസംജ്ഞയാകും? 29. അപ്പോൾ ഏറ്റവും വലിയ താളം ധ്രുവതാളവും അതുപോലെ ഒരു അടതാളവും ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ താളം. ഇനി ഈ ഓരോ താളത്തിനും ഇപ്പം ധ്രുവതാളം തിസ്രജാതി, അപ്പം തിസ്രജാതിക്ക് L3 അല്ലേ, ലഘുവിന് 3 അക്ഷരം. അപ്പം ധ്രുവതാളം തിസ്രജാതിയാണെങ്കിൽ L3 02 L3 അല്ലേ. അപ്പോൾ എത്ര സ്വരമാവും? 11 സ്വരം, 11 സ്വരം. അതിൻ്റെ പേരെന്താണ്? മണി. അപ്പം ധ്രുവതാളം തിസ്രജാതിയുടെ പേര് മണി. ഈ 35 താളത്തിന് ഒരു പേരുണ്ട്. അപ്പോൾ ധ്രുവതാളം തിസ്രജാതിക്ക് പറയുന്ന പേര് മണി. ഇനി ധ്രുവതാളം ചതുരശ്രജാതിയാണെങ്കിൽ അതിൻ്റെ പേര് ശ്രീകര. ശ്രീകരയ്ക്ക് എത്ര സ്വരം വരും? ചതുരശ്രജാതിയാണെങ്കിൽ 3 ലഘുവുണ്ട്. ആ 3 12, 12 2 14. അപ്പം ധ്രുവതാളം ചതുരശ്രജാതിക്ക് 14 അക്ഷരമാണ്. അതാണ് നമ്മൾ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. 14 അക്ഷരമുണ്ട്. അതിൻ്റെ പേര് ശ്രീകര. അപ്പോൾ തിസ്രജാതി പഠിച്ചു, ചതുരശ്രജാതി പഠിച്ചു. ഇനി ഞാനൊരു ടേബിൾ ഇതിൻ്റെ കൂടെ ഇട്ടേക്കും, അത് നോക്കി എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കണം. ഇനി അടുത്ത് ധ്രുവതാളം ഖണ്ഡജാതി. അപ്പോൾ ലഘുവിന് എത്ര സ്വരം വരും? 5 സ്വരം. അപ്പം 3 ലഘുവുണ്ട്. അപ്പോൾ 5 3 15. 5 3 ആകുമ്പോൾ എത്രയും 15. 15 2 17. 17 സ്വരം. അതിന് നമ്മൾ എന്ത് പറയും? പ്രമാണ. ധ്രുവതാളം ഖണ്ഡജാതിയുടെ താളത്തിൻ്റെ പേര് പ്രമാണ. എത്ര സ്വരം വരും? 17 സ്വരം. അടുത്ത് ധ്രുവതാളം സങ്കീർണജാതി, മിശ്രജാതി. ഉറക്കി പറയാം, മിശ്രജാതി. മിശ്രം എന്ന് പറയുമ്പോൾ ഒരു ലഘുവിന് 7 സ്വരം. 7 സ്വരം വരുമ്പോൾ 7 3 21 2 23 സ്വരം വരുമ്പോൾ അതിനെ പറയുന്ന പേര് പൂർണ്ണ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു തിസ്രജാതി, സുരസാടം, മണി, അടുത്തത് ശ്രീകര, അടുത്തത് പ്രമാണ. ഇതെത്രയാണ്? പൂർണ്ണ. 23 സ്വരം. മിശ്രജാതിക്ക് 23 സ്വരം വരും. പൂർണ്ണ എന്നാണ് അതിൻ്റെ പേര്. അടുത്ത സങ്കീർണ 9 × 3 27 2 29 സ്വരം. ഒരു അംഗസംജ്ഞ ഒരു താളത്തിന് വരും. അതിന് ഭുവന. അപ്പോൾ ഏറ്റവും വലിയ താളം ഏതാണ്? ഭുവന. അടതാളത്തിൽ അതുപോലെ വരും ഭുവന. ഏറ്റവും വലിയ താളം ഏതാണ്? ഭുവന. ഇത് ചതുരശ്രജാതി. ഇനി നമുക്ക് ഇന്ന് ഈ ചതുരശ്രജാതി ഒരെണ്ണം മാത്രം മതി. ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ഒരു താളത്തെ തിസ്രജാതി, ചതുരശ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി
ഇത്രയും ഇത് ലഘുവിന് മാത്രമേ മാറ്റം വരുള്ളൂ, ദ്രുതത്തിന് മാറ്റമില്ല. അപ്പോൾ ധ്രുവതാളത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ലഘു, ദ്രുതം, ലഘു, ലഘു. ജാതി അനുസരിച്ച് ജാതിയാണ് ഈ പറഞ്ഞത്. തിശ്രം, മിശ്രം, ഖണ്ഡം, സങ്കീർണം, തിശ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഈ 5 ജാതിയിൽ ഈ ധ്രുവതാളം എഴുതുമ്പോഴുള്ള പേരുകളും ഇതെല്ലാം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. നിങ്ങളുടെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കും.